മക്കളെ, നമുക്കൊരു കഥ കേട്ടാലോ? നമ്മളെ ടോയ്സൊക്കെ വെച്ചിട്ടുള്ളൊരു കഥ. അണ്ണാനും മുയലും കുരങ്ങനും ഒക്കെ വെച്ചിട്ടുള്ളൊരു കഥ കേട്ടാലോ? അന്ന് നല്ല ഇടിയും മഴയുമുള്ള ദിവസമായിരുന്നു കാട്ടിൽ. ഇതെല്ലാം കണ്ട് ഒരണ്ണാൻ മാവിൻ ചുവട്ടിൽ പേടിച്ചിരിപ്പുണ്ടായിരുന്നു. ഠോ! പെട്ടെന്ന് ഈ ശബ്ദം കേട്ട അണ്ണാൻ പേടിച്ചോടി. അയ്യോ അയ്യോ, എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അണ്ണാൻ മാവിൻ്റെ ചോട്ടിൽ ഒളിച്ചിരുന്നു. അണ്ണാൻ എന്നിട്ട് ഈ ഒച്ച കേട്ട അണ്ണാൻ എന്താ ചെയ്തേ? ഇറങ്ങി ഒരൊറ്റ ഓട്ടോ. ഓടി 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 കുറേ മൃഗങ്ങളടുത്തെത്തി. മാനും ജിറാഫും കുരങ്ങനും എല്ലാം ഉണ്ടായിരുന്നു. അവർ ചോദിക്കുക, എന്താ ഇനി അണ്ണാനെ ഇങ്ങനെ ഓടുന്നേ? നീ എന്തിനാ ഇങ്ങനെ ഓടുന്നേ? അപ്പോൾ അണ്ണാൻ പറയുക, ആകാശം ഇടിഞ്ഞു വീഴുകയെന്ന്. അങ്ങനെയാണോ? ആകാശം ഇടിഞ്ഞു വീഴുകയാണോ? അണ്ണാൻ എന്താ ചെയ്ത്? എല്ലാ മൃഗങ്ങളും കൂടെ അണ്ണാൻ്റെ കൂടെ ഒന്നിച്ചങ്ങ് ഓടി 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 ഒരു സിംഹത്തിൻ്റെ അടുത്തെത്തി. സിംഹരാജാവിൻ്റെ അടുത്തെത്തി. കാട്ടിലെ സിംഹരാജാവിൻ്റെ അടുത്തെത്തി. അപ്പോൾ സിംഹരാജാവ് ചോദിക്കുക, എന്തിനാ നിങ്ങളെല്ലാം കൂടെ ഒച്ചയുണ്ടാക്കി ഓടുന്നത്? അപ്പോൾ അണ്ണാൻ പറയുക, ആകാശം ഇടിഞ്ഞു വീഴുന്നെന്ന്. ആകാശം ഇടിഞ്ഞു വീഴുകയാണോ? നിങ്ങളോട് ആരാ ഈ കള്ളക്കഥകളൊക്കെ പറഞ്ഞേ? ഇല്ല രാജാവേ, ഞങ്ങൾ ഈ സൗണ്ട് കേട്ടതാ. സിംഹരാജാവ് ചോദിച്ചു, ആരാണ് ഈ സൗണ്ട് കേട്ടത്? അണ്ണാൻ, ഞാനാണ് കേട്ടത്. സിംഹരാജാവ്, ആണോ? നീയാണോ കേട്ടത്? അതെ രാജാവേ, ഞാനാണ് കേട്ടത്. എങ്കിൽ ശരി, ശബ്ദം കേട്ട സ്ഥലത്തോട്ട് നമുക്ക് പോയി നോക്കാം. അങ്ങനെ എല്ലാവരും കൂടി ആ മാവിൻ്റെ ചൂട്ടിലോട്ട് പോയി. അവിടെ നോക്കിയിട്ട് ഒരു വലിയ മാമ്പഴം വീണ് കിടക്കുന്നത് കണ്ടു. സിംഹം പറഞ്ഞു, ആകാശം താഴെ വീണതല്ല, മാവിൽ നിന്ന് മാങ്ങയാണ് താഴെ വീണത്. അതിൻ്റെ സൗണ്ട് കേട്ടിട്ടാ ആകാശം താഴെ വീഴുന്നു എന്ന് പറഞ്ഞ് അണ്ണാൻ ഓടി വന്നത്. ഇതാ പറയുന്ന കുട്ടികളെ, ഒരു കാര്യവും നമ്മൾ നേരിട്ട് കാണാതെ ഒന്നും വിശ്വസിക്കാൻ പാടില്ല. ഇത് കേട്ട അണ്ണാൻ നാണിച്ചു തല താഴ്ത്തി. ഇപ്പോൾ മനസ്സിലായില്ലേ മക്കളെ? നേരിട്ട് കാണാതെ നമ്മൾ ഒന്നും വിശ്വസിക്കാൻ പാടില്ല എന്ന്. സ്റ്റോറി ഇഷ്ടപ്പെട്ടോ കുഞ്ഞുമക്കൾക്ക്?